തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റ് മെമ്പറെ വെട്ടിക്കൊലപ്പെടുത്തിയത്. എന്നാൽ ഈ കോൺഗ്രസ് എന്താ ചെയ്തത്? ഗുജറാത്ത് കലാപത്തിൽ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്, ഇന്ത്യ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ആ ഗുജറാത്ത് സംഭവത്തിന്റെ പേരിൽ സുപ്രീം കോടതിയിലോ നിയമപരമായ ഒരു പോരാട്ടം നടത്തുന്നതിനോ ഒരു പ്രതിഷേധ പ്രകടനം പോലും ഗുജറാത്തിൽ സംഘടിപ്പിക്കുന്നതിനോ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ന്യൂനപക്ഷങ്ങളെ ആകെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെട്ട് അവരുടെ വോട്ട് വാങ്ങി ജയിച്ചു പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യുകയുണ്ടായിട്ടില്ല. കോൺഗ്രസ് ഗുജറാത്ത് കലാപത്തിൽ ഇടപെട്ട ചരിത്രം നമ്മുടെ മുമ്പിലില്ല. എന്നാൽ ടി സ്റ്റാർ സിറ്റിൽവാദിനെ പോലെയുള്ള ചില സാമൂഹിക പ്രവർത്തകരായ ആളുകൾ RB ശ്രീകുമാറിനെ പോലെ നമ്മൾ പൊന്നാനിയിൽ വെച്ച് ജില്ലാ സമ്മേളനം നടത്തിയപ്പോൾ 2011 ആ സാംസ്കാരിക സമ്മേളനത്തിൽ വന്ന് ചമരോട്ടത്ത് പ്രസംഗിച്ച ഗുജറാത്തിലെ മുൻ DGP ആയ ഉദ്യോഗസ്ഥരാണ്. ആ RB ശ്രീകുമാറും ടി സ്റ്റാർ സിറ്റിൽവാദും ഒക്കെയുള്ള ആളുകൾ ഇന്ന് RSSകാരുടെ നോട്ടപ്പുള്ളികളായി അവരുടെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് സമ്മർദ്ദങ്ങൾക്ക് അടിയപ്പെട്ടുകൊണ്ട് കൊടുത്ത കേസുകൾ സുപ്രീം കോടതിയിലും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ കൊടുത്ത കേസുകൾ പിൻവലിച്ചു പോകേണ്ട സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. അപ്പോൾ പോലും ഈ ജനാധിപത്യ പാർട്ടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് നമ്മളവിടെ കാണുന്നില്ല. സ്വന്തം പാർലമെന്റ് മെമ്പറെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് പോലും ഒരു പ്രതിഷേധ പ്രമേയം ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിക്കാൻ നട്ടലില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഭാഗത്ത് അധപ്പതിച്ചു പോയ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഇന്ത്യയുടെ പാർലമെന്റിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാവാനുള്ള പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണത്തിൽ 10% പിന്തുണ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തരം താഴ്ന്നു പോയത്. ആ സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. 11 പക്ഷങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനെ പിന്തുണക്കുന്നില്ല. ഇവിടെ നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വളരെ താല്പര്യത്തോടുകൂടി നോക്കിക്കണ്ട നമ്മുടെ സലാം ബാപ്പു AISFന്റെയും AIYFിന്റെയും പ്രവർത്തകനായി ഈ പൊന്നാനി മണ്ഡലത്തിൽ തന്നെ നമ്മളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന, ഇന്ന് കേരളത്തിലെ സിനിമാ രംഗത്ത് അറിയപ്പെടുന്ന സംവിധായകനായി ശ്രദ്ധേയമായ നിരവധിയായ അത്തരത്തിൽ അംഗീകാരങ്ങൾ നേടിയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സലാം ബാപ്പു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത നിലപാടുകളാണ് നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. ഇവിടെ 11 പക്ഷങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏതാണ്ട് 600ഓളം വർഗീയ കലാപങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തുണ്ടായി കഴിഞ്ഞു. ഇന്ന് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു, മുസഫർനഗറിൽ ഏതാണ്ട് 40,000-ഓളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അവിടെ അഭയാർത്ഥികളായി മാറിപ്പോയി. അവിടെ നിന്ന് അഭയാർത്ഥികളായി മാറി മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ജീവിച്ചിരുന്ന ഒരു മുസ്ലിം കുടുംബം ഇന്നലെ ഈ മുസഫർനഗറിലേക്ക് അവരുടെ വീട്ടിൽ അവശേഷിക്കുന്ന സാധനങ്ങൾ എടുത്ത് തിരിച്ചു പോകുന്നതിന് വേണ്ടി വന്ന ആ കുടുംബത്തെ ഇന്നലെ അവിടെ വെച്ച് വളരെ മൃഗീയമായി മർദ്ദിച്ച് ക്രൂരമായി പീഡിപ്പിച്ച സാഹചര്യം ഇന്ന് ചില പത്രങ്ങളിൽ നമ്മളെല്ലാവരും വായിക്കുകയുണ്ടായി. അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാതെ, അവിടേക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയാതെ അവിടേക്ക് ആ ജനങ്ങളെ പൂർണ്ണമായും ആട്ടിയോടിക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും ഉണ്ടാകുമ്പോൾ ആരാണ് അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ളത്? കോൺഗ്രസിന് അതുകൊണ്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയിലെ പ്രബല സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ